ഇന്നത്തെ വീഡിയോയിൽ ഫ്രഞ്ച് ഡിഫൻസിലെ ഒരു കിടുക്കാച്ചി ട്രാപ്പാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫ്രഞ്ച് ഡിഫൻസിൽ ഒരുപാട് ട്രാപ്സ് ഉണ്ട്. അതിൽ വെച്ച് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ട്രാപ്പാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ട്രാപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ട്രാപ്പ് വൈറ്റ് എടുത്ത് കളിക്കുമ്പോഴാണ് പരീക്ഷിക്കാൻ പറ്റുക. ആദ്യം വൈറ്റ് E4 മൂവ് ചെയ്യുന്നു, ബ്ലാക്ക് E6, വൈറ്റ് D4 മൂവ് ചെയ്യുന്നു, ബ്ലാക്ക് D5. ഇപ്പോൾ കളി ഫ്രഞ്ച് ഡിഫൻസിലേക്ക് എത്തിയിട്ടുണ്ട്. വൈറ്റ് അടുത്തതായി ഫ്രഞ്ച് ഡിഫൻസിൻ്റെ മെയിൻ മൂവ് തന്നെയാണ് ചെയ്യുന്നത്. അതിനായി നൈറ്റിനെ C3യിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ B4ലേക്ക് ഡെവലപ്പ് ചെയ്ത് വൈറ്റിൻ്റെ നൈറ്റിനെ പിൻ ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ D2ലേക്ക് ഡെവലപ്പ് ചെയ്ത് പിന്നിങ്ങിലുള്ള വൈറ്റിൻ്റെ നൈറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് പൗൺ ഉപയോഗിച്ച് വൈറ്റിൻ്റെ പൗണിനെ വെട്ടിയെടുക്കുന്നു. വൈറ്റ് ക്യൂനിനെ G4ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇപ്പോൾ ബ്ലാക്കിൻ്റെ 2 പീസുകൾ ഒരേ സമയം അറ്റാക്കിലാണ്. ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടുപിടിക്കാനായി ബ്ലാക്ക് ഇവിടെ നോക്കുമ്പോൾ വൈറ്റിൻ്റെ D4 പൗൺ ഒരു സപ്പോർട്ടുമില്ലാതെ ഇരിക്കുകയാണ്. ബ്ലാക്ക് ക്യൂൻ D4 പൗണിനെ വെട്ടിയെടുക്കുന്നു. അടുത്തതായി വൈറ്റ് ഒരു ട്രിക്കി മൂവാണ് ചെയ്യുന്നത്. നൈറ്റിനെ F3യിലേക്ക് മൂവ് ചെയ്ത് ബ്ലാക്കിൻ്റെ ക്യൂനിനെ അറ്റാക്ക് ചെയ്യുന്നു. ഈ മൂവിൻ്റെ ഉദ്ദേശം ബ്ലാക്ക് ഇപ്പോൾ പൗൺ വെച്ച് നൈറ്റിനെ വെട്ടിയാൽ ക്യൂൻ ഉപയോഗിച്ച് ബ്ലാക്കിൻ്റെ ക്യൂനിനെ വെട്ടിയെടുക്കാം എന്നാണ്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇപ്പോൾ വൈറ്റിൻ്റെ നൈറ്റിനെ വെട്ടിയെടുക്കുന്നില്ല. പകരം ഈ പിന്നിങ് ഇവിടെ നിന്നും ഒഴിവാക്കുന്നതിനായി നൈറ്റിനെ H6ലേക്ക് മൂവ് ചെയ്ത് വൈറ്റിൻ്റെ ക്യൂനിനെ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ക്യൂൻ G5ലേക്ക് മാറുന്നു. ഈ സമയം ബ്ലാക്ക് നൈറ്റിനെ വെട്ടിയെടുക്കുന്നു. അടുത്തതായി വൈറ്റ് ക്യൂൻ സൈഡിലേക്ക് കാസ്റ്റിൽ ചെയ്യുന്നു. ഇവിടെ ഇനി ബ്ലാക്കിൻ്റെ ക്യൂനിനെതിരെ ബിഷപ്പിനെ മാറ്റിക്കൊണ്ട് ഒരു ഡിസ്കവേർഡ് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. അതുമല്ലാതെ ബ്ലാക്ക് ഇപ്പോൾ ചിന്തിക്കുന്നത് ബ്ലാക്കിനിപ്പോൾ വൈറ്റിൻ്റെ ഒരു പീസ് ലാഭം കിട്ടിയത് കൊണ്ട് തന്നെ ക്യൂനിനെ എക്സ്ചേഞ്ച് ചെയ്ത് കളി പെട്ടെന്ന് തീർക്കാനായിരിക്കും. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് അടുത്തതായി ക്യൂനിനെ G4ലേക്ക് മൂവ് ചെയ്യുന്നു. എന്നാൽ വൈറ്റ് ഇവിടെ ഒരു ക്യൂൻ എക്സ്ചേഞ്ചിന് റെഡിയാകുന്നില്ല. പകരം ക്യൂനിനെ D8ലേക്ക് മാറ്റി ചെക്ക് നൽകുന്നു. ഇപ്പോൾ കിങ്ങിന് മൂവ് ചെയ്യാൻ വേറെ കളങ്ങളൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെ ക്യൂനിനെ വെട്ടിയെടുക്കുന്നു. ഇതൊരു ക്യൂൻ സാക്രിഫൈസ് കൂടെയാണ്. അടുത്തതായി വൈറ്റ് ബിഷപ്പിനെ G5ലേക്ക് മൂവ് ചെയ്ത് ഒരു ഡബിൾ ചെക്കാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ബിഷപ്പിൻ്റെ ചെക്കും റൂക്കിൻ്റെ ചെക്കും ഒരുമിച്ചുണ്ടായതുകൊണ്ട് തന്നെ ബ്ലാക്കിനിപ്പോൾ കിങ്ങിനെ E8ലേക്ക് തന്നെ മൂവ് ചെയ്യേണ്ടി വരും. ആൻഡ് ഫൈനലി റൂക്ക് D8 വരുന്നതോടെ കളി ചെക്ക്മേറ്റ് ആകുന്നു. ഇതൊരു സിമ്പിൾ ട്രാപ്പാണ്. എന്നാലും ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ട്രാപ്പുകൾ പഠിച്ചു വെക്കുന്നത് എതിരാളിയെ പെട്ടെന്ന് തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മൾ പെട്ടെന്ന് തോൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ് ട്രാപ്പുകൾ പഠിച്ചു വെക്കേണ്ടത്.